അല്ലെങ്കിൽ ശിക്ഷാവിധി പറയാൻ വേണ്ടിയാണ് ഇപ്പോൾ കോടതി ചേരുന്നത്. ആ ഘട്ടത്തിൽ ഇങ്ങനെ, അതായത് കുറ്റത്തെക്കുറിച്ച് അത് ഒരാളാണോ ചെയ്തത്, കൂട്ടായി ചെയ്തതാണോ, ബലാത്സംഗമാണോ, കൂട്ടബലാത്സംഗമാണോ തുടങ്ങിയ ചർച്ചയിലേക്ക് എങ്ങനെയാണ് പോകുന്നത്? അത് ഏതാണ്ട് കുറ്റക്കാരാണെന്ന് തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ശിക്ഷയുടെ അളവ് ജഡ്ജിക്ക് തീരുമാനിക്കുന്ന ആ പ്രോസസ്സിൽ, ആ നടപടിക്രമത്തിൽ ഈ കുറ്റത്തിന്റെ ഗൗരവം വീണ്ടും വീണ്ടും ചർച്ചയ്ക്ക് വരുന്നത് എങ്ങനെയാണ്? പ്രമോദ്, അതായത് പ്രോസിക്യൂഷൻ തുടക്കം മുതൽ ഒരൊറ്റ കാര്യം മാത്രമാണ് കോടതിയിൽ ആവശ്യപ്പെട്ടത്, അല്ലെങ്കിൽ ജഡ്ജിയോട് ആവശ്യപ്പെടുന്നത്. അതായത് എല്ലാ പ്രതികൾക്കും പരമാവധി ശിക്ഷ നൽകണം. അത് സമാനമായ ശിക്ഷ തന്നെ എല്ലാവർക്കും നൽകണം, ഒരേ ശിക്ഷ തന്നെ എല്ലാവർക്കും നൽകണം, എല്ലാവർക്കും ഒരേ ഉത്തരവാദിത്തമാണ് ഈ കേസിലുള്ളത് എന്നാണ് പ്രോസിക്യൂഷൻ തുടക്കം മുതൽ തന്നെ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത്. അങ്ങനെ പറയുമ്പോഴാണ് കോടതി മറുചോദ്യം ചോദിക്കുന്നത്. അതെങ്ങനെയാണ്? ഒന്നാം പ്രതി മാത്രമാണല്ലോ പ്രധാന കുറ്റക്കാരൻ, മറ്റുള്ളവർ സഹായികളല്ലേ എന്ന് ചോദിക്കുന്നത്. കൂട്ടബലാത്സംഗം അല്ലെങ്കിൽ ബലാത്സംഗ കുറ്റം ചെയ്തിട്ടുള്ളത് ഒരാൾ മാത്രമല്ലേ, ബാക്കിയുള്ളവരൊക്കെ സഹായിക്കുകയല്ലേ ചെയ്തത്? അപ്പോൾ എങ്ങനെയാണ് എല്ലാവർക്കും ഒരേ കുറ്റം നൽകാനാവുക, അല്ലെങ്കിൽ ഒരേ ശിക്ഷ നൽകാനാവുക എന്ന് ചോദിക്കുന്നുണ്ട്. അതിന് താൻ പഠിച്ച നിയമത്തിൽ അത് അങ്ങനെയാണ് എന്ന് പ്രോസിക്യൂഷൻ മറുപടി പറയുന്നുണ്ട്. ഒപ്പം തന്നെ പല സുപ്രീം കോടതിയുടെ അടക്കമുള്ള മുൻകാലത്തുള്ള ചില വിധിന്യായങ്ങളടക്കം കോടതിയിൽ ഉദ്ധരിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ പ്രോസിക്യൂഷൻ ഈ എല്ലാവർക്കും സമാനമായ ശിക്ഷ നൽകണം, എല്ലാവർക്കും ഒരേ ശിക്ഷ നൽകണം, പരമാവധി ശിക്ഷയായ ജീവപര്യന്തം 6 പ്രതികൾക്കും നൽകണം. കാരണം ഒരു പ്രതിയില്ലെങ്കിൽ മറ്റൊരു പ്രതിയില്ല, ഒരാളില്ലെങ്കിൽ മറ്റൊരാളില്ല എന്നാണ് പ്രോസിക്യൂട്ടർ കോടതിയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും സമാനമായ ശിക്ഷ നൽകണമെന്ന് പറയുമ്പോഴാണ് ചില പ്രതികൾക്ക് അല്ലെങ്കിൽ ഒരാൾ മാത്രമല്ലേ പ്രധാന കുറ്റക്കാരൻ, മറ്റുള്ളവർ സഹായികളല്ലേ എന്ന തരത്തിലുള്ള ചോദ്യമൊക്കെ കോടതിയുടെ ഭാഗത്ത് നിന്ന് വരുന്നത്. തീർച്ചയായിട്ടും ആ ഒരു ചോദ്യം, അല്ലെങ്കിൽ മറ്റുള്ളവർ സഹായികളല്ലേ എന്ന തരത്തിലുള്ള ചോദ്യം, ജഡ്ജിയുടെ ചോദ്യം എന്താണ്, അതുവഴി ഉദ്ദേശിക്കപ്പെട്ടത് എന്താണ് എന്നറിയാൻ നമുക്ക് അല്പസമയം കൂടി കാത്തിരുന്നാൽ മതി എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഈ കേസിൽ പ്രേക്ഷകർക്ക് കൂടി അറിയാവുന്നതുപോലെ അടച്ചിട്ട കോടതിയിലാണ് വാദം നടന്നിരുന്നത്, വിചാരണ നടന്നിരുന്നത്. അതുകൊണ്ട് അകത്ത് നടക്കുന്ന സംവാദങ്ങളുടെ ഒരു സൂചനയും നമുക്ക് പുറത്തേക്ക് ലഭിച്ചിട്ടില്ല. പക്ഷേ ഇതാദ്യമായിട്ട് ഇത് തുറന്ന കോടതിയിൽ വിധി പ്രസ്താവന നടത്താൻ വേണ്ടി തുറന്ന കോടതിയാണ് ചേരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് മുഴുവൻ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത്. ഏത് തരത്തിലാണ് ജഡ്ജിയുടെ പരാമർശങ്ങൾ ഉണ്ടാകുന്നത്, ഏത് തരത്തിലാണ് പ്രോസിക്യൂഷൻ അതിനോട് കൗണ്ടർ ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്രോസിക്യൂഷനെ എങ്ങനെയാണ് ജഡ്ജി കൗണ്ടർ ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങൾ ഇപ്പോഴാണ് പുറത്തു വരുന്നത് എന്നതുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ 8 വർഷം നീണ്ട ഈ കേസിലെ വിചാരണ, ഏതാണ്ട് 5 വർഷത്തോളം നീണ്ട വിചാരണ വേളയിൽ എന്തായിരിക്കാം കോടതിയിൽ നടന്നത് എന്നതിൻ്റെ ഒരു സൂചന കൂടിയായി ഒരുപക്ഷെ പ്രേക്ഷകർക്ക് ഇത് മനസ്സിലാക്കാമെന്ന് തോന്നുന്നു. ഞാൻ തിരികെ വരാം നിതിൻ. അതേസമയം സിജോ, ഈ കോടതിയിലെ അന്തരീക്ഷം എങ്ങനെയാണ്? ഇന്നിപ്പോൾ ഈ ശിക്ഷാവിധി പ്രഖ്യാപിക്കുമ്പോൾ കോടതിയിൽ പ്രതികൾ എന്തായാലും പ്രതിക്കൂട്ടിലേക്ക് എത്തേണ്ടി വരും. അതുപോലെ തന്നെ മറ്റ് ആരൊക്കെയുണ്ട് കോടതി പരിസരത്ത്? എന്താണ് കഴിഞ്ഞ തവണത്തെ പോലെ ഇപ്പോൾ ദിലീപ് ആ കേസിൽ ഉള്ള സമയത്ത് വിധി അറിയാൻ വേണ്ടി ധാരാളം ആളുകൾ കൂടിയിരുന്നു, അതുപോലൊരു സാഹചര്യം വീണ്ടും ഉണ്ടായിട്ടുണ്ടോ? പ്രധാനമായും 2 കാര്യങ്ങൾ. അതായത് ഒന്ന്, ഈ വിധി എന്താണ് എന്നുള്ള ഒരു ആകാംക്ഷ എന്തായാലും ഉണ്ട്. ഒപ്പം തന്നെ മറ്റൊരു കാര്യം, ഈ പ്രതികൾക്ക് ലഭിക്കുന്ന ശിക്ഷ അത് എത്രമാത്രം കഠിനമായിരിക്കും എന്നുള്ള ഒരു കാര്യമാണ്. മറ്റൊന്ന്, ഇതിൽ ദിലീപുമായി ബന്ധപ്പെട്ട് ഗൂഢാലോചന അത് തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. എന്ത് കാരണം കൊണ്ടാണ് അത് ഒഴിവായത്? ദിലീപും മറ്റ് 4 പേരും അതെങ്ങനെ ഈ കേസിൽ നിന്ന് ഒഴിവായി എന്നുള്ള കാര്യവും പ്രധാനമായും അറിയേണ്ടതുണ്ട്. ഇത്തരം ചില ആകാംക്ഷകൾ എന്തായാലും ഈ പൊതുസമൂഹത്തിന് ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും കോടതിയുടെ അന്തരീക്ഷം, കോടതിക്ക് പുറത്ത് കഴിഞ്ഞ ദിവസത്തിന് സമാനമായിട്ടുള്ള ആ ഒരു വലിയ ഒരു നീക്കം നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. എന്തായാലും കോടതിക്ക് പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കഴിഞ്ഞ തവണത്തോളം ആളുകളൊന്നും ഇല്ലെങ്കിൽ പോലും തന്നെ നിരവധി ആളുകൾ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. മാധ്യമപ്രവർത്തകരുണ്ട്, ഒപ്പം തന്നെ അഭിഭാഷകരായിട്ടുള്ള ആളുകളുണ്ട്. കോടതി പരിസരത്ത് കുറച്ച് ആളുകളൊക്കെ എത്തിയിട്ടുണ്ട് എന്നതിനപ്പുറത്തേക്ക് മറ്റ് കൂടുതൽ ആളുകളൊന്നും തന്നെ ഇവിടേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും നമുക്ക് ഇവിടെ നിന്നും പങ്കുവെക്കാനുള്ള ഒരു കാര്യം. പക്ഷേ എന്തായാലും ഇക്കാര്യം ആളുകൾ ഒരുപക്ഷെ അറിയാനുള്ളൊരു കാര്യം, ദിലീപ് ഈ കേസിൽ കുറ്റക്കാരനാണോ അല്ലയോ എന്നുള്ളത് മാത്രമാണ് ഒരു പരിധിവരെ ആളുകൾക്ക് അറിയാനുണ്ടായിരുന്ന ഒരു കാര്യം. കഴിഞ്ഞ ആ ദിവസം ഈ ദിലീപിനെ ഒഴിവാക്കുന്ന ആ ഒരു വിധി വന്ന ആ ദിവസം ഒരുപക്ഷെ ദിലീപിന്റെ തന്നെ, അല്ലെങ്കിൽ ദിലീപ് ഫാൻസ് ആയിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ കുറേ ആളുകൾ, ദിലീപിനെ സ്നേഹിക്കുന്നവർ ആളുകൾ ഒക്കെ ഈ പരിസരത്ത് കൂടുതലായി എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു വലിയ തിരക്ക് ആ സമയത്തുണ്ടായിരുന്നു. നിഷ്പക്ഷരായിട്ടുള്ള ചില ആളുകൾ, അതിജീവിതയ്ക്ക് നീതി ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അത്തരം വാദങ്ങൾ ഉയർത്തിയ ആളുകളെല്ലാം തന്നെ ആ സമയത്ത് ഇവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അത്തരത്തിലൊരു തിരക്ക് ആ സമയത്തുണ്ടായിരുന്നു. പോലീസിന്റെ വലിയൊരു
ഒരു സുരക്ഷാ വിന്യാസം എല്ലാം തന്നെ ആ സമയത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഇപ്പോൾ അത്തരത്തിലൊരു തിരക്ക് ഒന്നും ഈ പരിസരത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. പക്ഷേ പ്രതികളെ എത്തിച്ചിരിക്കുന്നത് അതീവ സുരക്ഷയിൽ തന്നെയാണ്. പ്രതികളുമായി എത്തിയ വാഹനം ഈ കോടതി ഓക്കെ സിജോ, നമുക്ക് എന്തായാലും ശിക്ഷാവിധി പ്രഖ്യാപിച്ചതിന് ശേഷം കോടതി അന്തരീക്ഷത്തിൽ എന്തൊക്കെ നടക്കുന്നു, അല്ലെങ്കിൽ കോടതിക്ക് പുറത്ത് അഭിഭാഷകർ അവരുടെ പ്രതികരണങ്ങൾ നൽകും. അതുൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് വരണം. മാത്രമല്ല നിതിനിൽ നിന്നറിയാനുള്ള മറ്റ് ചില കാര്യങ്ങൾ കൂടിയുണ്ട്. മറ്റ് കോടതി വ്യവഹാരങ്ങളിൽ വന്ന മറ്റ് കേസുകൾ, അതായത് ഇതുമായി ബന്ധപ്പെട്ട കോടതി അലക്ഷ്യ കേസുകൾ മുതലായവ എങ്ങനെയാണ് കോടതി കൈകാര്യം ചെയ്തിരിക്കുന്നത്, എന്ത് നടപടിയാണ് അതിലെന്ത് നടപടി ഉണ്ടായി തുടങ്ങിയ കാര്യങ്ങളിലേക്ക് കൂടി വരേണ്ടതുണ്ട്.